CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആഹ്വാനം ചെയ്ത സംസ്ഥാന വ്യാപക കടയടപ്പ് സമരം മേഖലയിൽ പൂർണ്ണം. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന ആവശ്യമുന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് കടയടപ്പ് സമരം. മെഡിക്കൽ ഷോപ്പുകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. ചൂണ്ടൽ, കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിലെ പ്രധാന കേന്ദ്രങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. വയലത്തൂർ കച്ചേരിപ്പടി പാടത്തിന് സമീപം മിനി വാൻ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ച അപകടം, 5 പേർക്ക് പരിക്ക്. യുവാവിനെ സുഹൃത്തും ബന്ധുവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മറ്റം കണ്ടിയൂർ താമരശ്ശേരി വീട്ടിൽ ജിഷ്ണുവിനെയാണ് സുഹൃത്തും അയൽവാസിയുമായ സുബിത്തും ബന്ധുവായ വിപിനും ചേർന്ന് മർദ്ദിച്ചെന്ന് പരാതി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി 8 ദിവസം നീണ്ടുനിൽക്കുന്ന സഹസ്രകലശ ചടങ്ങുകൾ ഇന്ന് ആരംഭിച്ചു. ദീപാരാധനയ്ക്കു ശേഷം തന്ത്രിക്ക് ക്ഷേത്രമൂരാളൻ കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തി. ഗുരുവായൂർ ഉത്സവത്തിന്റെ വിശദ വിവരങ്ങളടങ്ങിയ നോട്ടീസ് പുറത്തിറക്കി. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നോട്ടീസിന്റെ പ്രകാശനം നിർവഹിച്ചു. പൊർക്കളയങ്ങാട് നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടം. ബൈക്ക് യാത്രികൻ ചെമ്മണ്ണൂർ സ്വദേശി 48 വയസ്സുള്ള പീതാംബരന് പരിക്കേറ്റു. അന്യാധീനപ്പെട്ട് കിടന്നിരുന്ന ക്ഷേത്രഭൂമി അളന്നു തിട്ടപ്പെടുത്തിയിട്ടും കരമൊടുക്കാനാകാത്തതിനെ തുടർന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ കുന്നംകുളം തഹസീൽദാർക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. പെരുമ്പിലാവ്, ആൽത്തറ, ഇരട്ടക്കുളങ്ങര ക്ഷേത്രഭൂമിയാണ് 7 മാസങ്ങൾക്ക് മുമ്പ് താലൂക്ക് അധികാരികൾ അളന്ന് തിട്ടപ്പെടുത്തിയത്. നാളിതുവരെയായിട്ടും കരമടയ്ക്കാൻ ചെല്ലുമ്പോൾ അധികൃതർ പല ഒഴിവുകഴിവുകളും പറഞ്ഞ് മാറുകയാണെന്നും ഭരണസമിതി ആരോപിച്ചു. സമഗ്ര ശിക്ഷ കേരള BRC ചാവക്കാടിന്റെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി പരിശീലനമായ ആട്ടവും പാട്ടും നടന്നു. സഭാതർക്കത്തെ തുടർന്നുള്ള മനുഷ്യാവകാശ ലംഘനം റവന്യൂ ഉദ്യോഗസ്ഥൻ ചർച്ച നടത്തി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവക വിശ്വാസികൾക്ക് സെമിത്തേരിയിലെ കല്ലറകളിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ നിരന്തരം ഓർത്തഡോക്സ് വിഭാഗം തടസ്സം നിൽക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യാവകാശ ലംഘനം തുടരുന്ന സാഹചര്യത്തിലാണ് റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവിഭാഗവുമായി വിശദമായി ചർച്ച നടത്തിയത്. ചരിത്ര പ്രശസ്തമായ വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുതിരവേല ചടങ്ങുകൾക്ക് തുടക്കമായി. വെള്ളിയാഴ്ച സമാപിക്കും. വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്കായുള്ള കുതിരകളുടെ നിർമ്മാണം ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വടക്കേക്കാട് ഡിവിഷൻ മെമ്പർ റഹീം വീട്ടിപ്പറമ്പിലിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 5 മിനി മാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടത്തി. വടക്കേക്കാട് പഞ്ചായത്തിലെ മാളിയേക്കൽ കോളനി, പുന്നിയൂർക്കുളം പഞ്ചായത്തിൽ തൃപ്പറ്റ് കോളനി, കൊട്ടിരിങ്ങൽ കോളനി, മന്നലാകുന്ന് കിണർ SC കോളനി, പുന്നിയൂർ പഞ്ചായത്തിലെ നായാടി കോളനി എന്നിവിടങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ഭാരത സർക്കാർ വാർത്താവിതരണ മന്ത്രാലയത്തിനു കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും എളവള്ളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ന്യായ സംഹിതയിൽ ഉൾപ്പെട്ട ഹിറ്റ് ആൻഡ് റൺ നിയമത്തിനെതിരെ ഓട്ടോ ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് രക്തസാക്ഷി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. പെരുമ്പടുപ്പ് റൈറ്റ്സ് പാലിയേറ്റീവ് കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനാവലോകന വിശദീകരണ സമ്മേളനം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. റൈറ്റ്സ് തണൽ ഡയാലിസിസ് സെന്റർ കോൺഫറൻസ് ഹാളിൽ ചേർന്ന സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ മെമ്പർ AK സുബൈർ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. 5 പതിറ്റാണ്ടിലേറെയായി ആകാശവാണിയിലും ദൂരദർശനിലും സംസ്കൃത വാർത്താ അവതാരകനായിരുന്ന ഡോക്ടർ ബൽദേവാനന്ദ് സാഗർ സംസ്കൃത ഭാഷാ പ്രചാരകനായും ശ്രദ്ധേയനായിരുന്നു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത കലാശില്പശാല നടത്തി. പുന്നിയൂർക്കുളം കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കാരുണ്യം കുടുംബസംഗമവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കേച്ചേരി കൂമ്പുഴയ്ക്കൽ ഭഗവതി ദേവസ്വം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സംക്രമോത്സവവും താലപ്പൊലിയും ആഘോഷിച്ചു. വാഗ മാലതി UP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് അൻസ ട്രെയിനിംഗ് കോളേജിലെ കലാമേളയുടെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ ജമീൽ അഹമ്മദ് നിർവഹിച്ചു. മാധ്യമം ഹെൽത്ത് കെയർ പദ്ധതിയിലേക്കായി പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് വിദ്യാർത്ഥികളുടെ കൈത്താങ്ങ്. കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും സംയുക്തമായി സമാഹരിച്ച തുകയുടെ ചെക്ക് അൻസാർ ഹയർ എഡ്യൂക്കേഷൻ CEO ഷാജു മുഹമ്മദ് ഉണ്ണി, പ്രിൻസിപ്പാൾ ഡോക്ടർ KT കമാലുദ്ദീൻ എന്നിവർ ചേർന്ന്
മാധ്യമം കുന്നംകുളം ഏരിയ കോർഡിനേറ്റർ MA കമറുദ്ദീന് കൈമാറി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.